തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPIM BJP സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. LDF കൗൺസിലർ സിന്ധുവിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ 10 പേരാണ് പ്രതികൾ. CPIM കൗൺസിലർമാരായ SP ദീപക്, ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു എന്നിവരെയാണ് BJP കൗൺസിലർ ശ്രുതിയുടെ പരാതിയിലെടുത്ത രണ്ടാമത്തെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. സനിസ, 2 കേസുകളാണോ ഇന്നലത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? സനിസ, കേൾക്കാമോ? ഇന്നലെ വലിയൊരു തരത്തിലുള്ള സംഘർഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത്. BJP കൗൺസിലർ R സുഗതന്റെ കൗൺസിൽ അംഗത്വം റദ്ദാക്കണമെന്ന രാജി അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ധർണയ്ക്കിടെയായിരുന്നു ഈ ഒരു സംഘർഷം. ഈ മേയറുടെ ഓഫീസിനുള്ളിൽ കയറുന്നതിനിടെ മേയർ ഒരു പറ്റം ഗുണ്ടകളെയും കൂട്ടി വന്ന് പ്രകോപനം സൃഷ്ടിച്ചു എന്നായിരുന്നു LDF ആരോപണം. അത്തരത്തിൽ ഈ ഒരു സംഘർഷത്തിൽ LDF അംഗങ്ങൾക്കും LDF കൗൺസിലർമാർക്കും അതുപോലെ തന്നെ BJP കൗൺസിലർമാർക്കും പരിക്കേറ്റിരുന്നു. ഇതിലാണ് ഇപ്പോൾ LDF BJP കൗൺസിലർമാർ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മ്യൂസിയം പോലീസാണ് കേസെടുത്തത്. ഇരു കൂട്ടരുടെയും പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്. LDF കൗൺസിലർ സിന്ധുവിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസിൽ 10 പ്രതികളാണുള്ളത്. അതിൽ മേയർ VV രാജേഷ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെ ഉള്ളവർ പ്രതിപട്ടികയിലുണ്ട്. BJP കൗൺസിലർ ശ്രുതിയുടെ പരാതിയിലാണ് രണ്ടാമത്തെ കേസ്. അതിൽ LDFന്റെ പാർലമെന്ററി നേതാവായിട്ടുള്ള SP ദീപക്, ശ്രീകുമാർ, വഞ്ചിയൂർ ബാബു എന്നിവർ പ്രതികളായിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ശ്രുതിയാണ് BJPയിൽ പരാതി നൽകിയിരിക്കുന്നത്. BJP കൗൺസിലർ ശ്രുതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. കൂടാതെ സിന്ധു ശശിയാണ് LDF കൗൺസിലർ പരാതി നൽകിയിരിക്കുന്നത്. ഈ LDF കൗൺസിലറായിട്ടുള്ള സിന്ധു ശശിക്ക് ഗുരുതരമായി കസേര കൊണ്ട് പരിക്കേറ്റിട്ട് 4 സ്റ്റിച്ച് തലയ്ക്കുണ്ട്. ഗുരുതരമായിട്ടുള്ള ഒരു FIR അത് LDFന്റെ കൗൺസിലർ സിന്ധു ശശി നൽകിയ FIR ആയാണ് പോലീസ് കുറച്ചുകൂടെ ഗുരുതരമായി എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ കോർപ്പറേഷന്റെ ഇടനാഴിയിൽ വെച്ച് LDF കൗൺസിലർമാരെ വലിയ രീതിയിൽ മർദ്ദിച്ചു, ആക്രമിച്ചു എന്ന തരത്തിലുള്ള ഒരു FIR ആണ് ഇട്ടിരിക്കുന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് തലയ്ക്ക് അടക്കം മർദ്ദനമേറ്റ ഒരു സാഹചര്യത്തിൽ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ ഈ BJP കൗൺസിലർമാർ അതുപോലെ തന്നെ LDF കൗൺസിലർമാർ, BJP കൗൺസിലർമാർ 9 പേരും LDF കൗൺസിലർമാർ 6 പേരുമാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സ തേടിയത്. അധികം പേരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലുമായിരുന്നു ചികിത്സ നേടിയത്. സനിസ ശോഭാചന്ദ്രനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.